ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഫോൾട്ട് ലൈൻ കേക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കതിന് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ 2 കിലോയുടെ കേക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചോക്ലേറ്റ് കേക്കും അതുപോലെ വനില സ്പഞ്ച് കേക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, എന്നാൽ 1/4 കപ്പിലധികം ഉണ്ട്. പിന്നെ ഒരു 30 ml കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് ഈ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച ശേഷം നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 30 ml സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 30 ml ഇളം ചൂടുള്ള പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഓയിൽ പുരട്ടി ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് മൈദപ്പൊടി ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം. മിക്സ് ഒഴിച്ച ശേഷം എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് കേക്കിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വനില കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതൊന്ന് അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ച് നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 30 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇളം ചൂടുള്ള പാൽ 30 ml എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ കാണിച്ച 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും വനില കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ചോക്ലേറ്റ് കേക്കും വനില കേക്കും ഒരു 6 ലെയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് 1ാമത്തെ ലെയറായ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് നനച്ചെടുത്ത ശേഷം ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2ാമത്തെ ലെയർ വനില കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതും ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് നനച്ചെടുത്ത ശേഷം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബീറ്റാക്കിയ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി ഒഴിച്ചു കൊടുത്താണ് ചോക്ലേറ്റ് ക്രീം റെഡിയാക്കി എടുക്കുന്നത്. ഇനി എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ അവസാനത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം സൈഡെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം ഫൈനൽ കോട്ട് ചെയ്ത് തുടങ്ങാം. ഒരു 15 മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് ഫൈനൽ കോട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി കേക്കിൻ്റെ മുകളിൽ വെക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് തയ്യാറെടുക്കാം. അതിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബിസ്ക്കറ്റ് വെച്ച് വേണം നമുക്ക് പിന്നെ ഡെക്കറേഷൻസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ മെൽറ്റാക്കിയ ചോക്ലേറ്റ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ സാധാ 20-20 ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഗോൾഡൻ ഡസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് കേക്കിൻ്റെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ബ്രഷ് വെച്ച് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നമ്മൾ നേരത്തെ മോൾഡിൻ്റെ ഡിസൈൻ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുട്ടായിയുടെ മോൾഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്കിങ്ങനെ സൈഡൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ലൈൻ വരച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ശേഷം നമുക്ക് ഫോട്ടോ ലൈൻ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പിങ്ക് കളറിൽ ഉള്ള ക്രീം എടുത്തിട്ടുണ്ട്. കുറച്ച് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതുപോലെ ഒന്നിങ്ങനെ
ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫോൾട്ട് ലൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒറ്റിച്ച് കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്ത് പതുക്കെ നമുക്ക് ബ്രഷ് വെച്ച് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗോൾഡൻ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം പിന്നെ ചെയ്ത് കൊടുത്ത ശേഷം അതിന് മുകളിലാണ് കേട്ടോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നിങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അതുപോലെ ഇത് ഞാൻ പിന്നെ മഞ്ചൊക്കെ കിട്ടൂലേ അങ്ങനത്തെ ഒരു മോൾഡിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. ചോക്ലേറ്റ് മെൽറ്റാക്കി ഒഴിച്ച് ചെയ്തെടുത്തതാണ്. പിന്നെ ചെറിയ മുട്ട പോലുള്ള ഫ്രഷ് ഫ്ലവറും എടുത്തിട്ടുണ്ട്. അതൊരു 3 എണ്ണമാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഡെക്കറേഷൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെച്ച് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഫോണ്ടൻ്റ് കൊണ്ട് ഒരു ബോൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ടോപ്പറും പിന്നെ ഫോണ്ടൻ്റിൽ തന്നെ പേരും എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.